ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ഹ്യൂഗോ ഡീവ്രീസ്. ഫോർത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി. ഫിഫ്ത്ത് വൺ ത്രോംബോപ്ലാസ്റ്റിൻ. സിക്സ്ത് വണ്ണിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സെവൻത് വൺ എയിൽ പറഞ്ഞിരിക്കുന്ന രോഗം സിക്കിൾ സെൽ അനീമിയയാണ്. ബിയിൽ പറഞ്ഞിരിക്കുന്നത് ഹീമോഫീലിയയാണ്. ഇനി നമുക്ക് മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാണ്? ബി ബൈ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഓർ ഇഞ്ചെക്റ്റിംഗ് ദ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ ആണ് ആൻസർ. എയ്ത്ത് ക്വസ്റ്റ്യൻ ഫിഗർ കാണിച്ചിരിക്കുന്ന 4 limbs ആണ്. ദാറ്റ് ഈസ് സിമിലർ സ്ട്രക്ചർ ആൻഡ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഹോമലോഗസ് ഓർഗൻ ആണ്. ബി ദ ഓർഗാൻസം ഹാഡ് എ കോമൺ ആൻസിസ്റ്റർ. 9th ഫിഗർ തന്നിരിക്കുന്നത് എക്സ് എന്ന പാർട്ട് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സറൗണ്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ നെർവ് ഫൈബേഴ്സ്. സെൻസറി നെർവ് എന്ന് പറഞ്ഞാൽ ക്യാരി സിഗ്നൽസ് ഫ്രം സെൻസറി റിസപ്റ്റേഴ്സ് ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. മോട്ടോർ നെർവ് ക്യാരി സിഗ്നൽ ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു സെൻസറി ഓർഗൻസ്. 10th ക്വസ്റ്റ്യൻ എ പാർട്ട് ഷെയറിംഗ് കണ്ടാമിനേറ്റഡ് നീഡിൽസ് ഓർ സിറിഞ്ചസ്. എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്? ഷെയറിംഗ് അതർ ഇഞ്ചക്ഷൻ എക്യുപ്മെൻറ്റ്സ്. ബി ക്വസ്റ്റ്യൻ ഫേറ്റൽ ആകുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് വീക്കൻസ് ദ ഇമ്മ്യൂൺ സിസ്റ്റം, ഡിസ്ട്രോയ്സ് T lymphocytes. 11th ക്വസ്റ്റ്യൻ ദ പാത്തോജൻ ഡീജനറേറ്റഡ് ആൻഡ് ഡിസ്ട്രോയ്സ് എൻസൈംസ് ആണ്. ബി പാർട്ടിൻ്റെ ആൻസർ റെഡ്യൂസ് ദ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻസ് ആൻഡ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഫാഗോസൈറ്റോസിസ്. 12th ക്വസ്റ്റ്യൻ്റെ എ പാർട്ടിൽ ക്രോസിംഗ് ഓവർ എഴുതുക വിശദീകരിച്ച്. ബി പാർട്ടിൽ അലീൽ ഫോർമേഷൻ എഴുതുക. ഇനി മാച്ച് ചെയ്യാനായിട്ട് തലാമസ് ആക്ട് ആസ് റിലേ സ്റ്റേഷനാണ്. സെറിബ്രം കൺട്രോൾ വോളണ്ടറി ആക്ഷനാണ്. ഹൈപ്പോതലാമസ് മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് ആണ്. സെറിബെല്ലം മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം. 14th ക്വസ്റ്റ്യനിൽ എ പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന എൻസൈമുകൾ ലിഗേസും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുമാണ്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആക്ട് ആസ് എ വെക്റ്റർ. സി ക്വസ്റ്റ്യൻ 4th കോളത്തിൽ എഴുതേണ്ടത് പ്ലാസ്മിഡ് ലിഗേറ്റഡ് വിത്ത് ഇൻസുലിൻ ജീൻ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു അനദർ ബാക്ടീരിയൽ സെൽ. 5th വൺ പ്രൊഡ്യൂസ് ആക്റ്റീവ് ഇൻസുലിൻ. 15th ക്വസ്റ്റ്യൻ എ പാർട്ട് ഡീആക്ടിവേറ്റഡ് ഇൻസുലിൻ ഫോർമേഷൻ. മറ്റൊരു ഇത് ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ്. രണ്ടും ഇൻസുലിൻ റൈസ് ചെയ്യാനുള്ള കാരണങ്ങളാണ്. 15th ക്വസ്റ്റ്യനിൽ എ പാർട്ട് ഗ്ലൂക്കോസ് ലെവൽ റൈസ് ചെയ്യാനുള്ള കാരണങ്ങൾ ഡീആക്ടിവേറ്റഡ് ഇൻസുലിൻ ഫോർമേഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ് ഏതെങ്കിലും എഴുതാം. ബി പാർട്ടിൽ ഇൻസുലിൻ്റെയും ഗ്ലൂക്കോഗോണിൻ്റെ ഫംഗ്ഷൻസ് ഓരോന്നും വിധം എഴുതിയാൽ മതി. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും എഴുതുക. ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോഗോണിനാണെങ്കിൽ സ്റ്റോർഡ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്. 16th ക്വസ്റ്റ്യനിലെ ഇല്ലുസ്ട്രേഷൻ ഫസ്റ്റ് ടോൾ ഡോർഫ് ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ ആണ്. ബിയിൽ സെൽഫായിട്ടുള്ള ഹൈബ്രിഡൈസേഷനാണ് കാണിക്കേണ്ടത്. ടി ക്രോസ് ടി ചെയ്യുമ്പോൾ നമുക്ക് ടോളിൻ്റെ 3 കിട്ടും, ഡോർഫിൻ്റെ 1 കിട്ടുന്നതായിരിക്കും. 17th ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ആണ്. സെക്കൻഡ് ഫില്ല് ചെയ്യാനുള്ളത് കളർ ബ്ലൈൻഡ്നെസ് ആയിരുന്നു. തേർഡിൽ ഗ്ലൂക്കോമയാണ്. ഫോർത്തിൽ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ആണ്. ബി ക്വസ്റ്റ്യൻ എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. ലേസർ സർജറി മൂലം പരിഹരിക്കാം. 18th ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പാർട്ട് മസിൽ സെൽസ് ആണ്. സെക്കൻഡ് പാർട്ട് ഗ്ലാൻഡുലാർ സെൽസ് ആണ്. ബി ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റിമുലേറ്റ് അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ് ആൻഡ് ഇലക്ട്രിക് ഇമ്പൾസസ് ജനറേറ്റഡ്. സി റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. 19th ക്വസ്റ്റ്യനിൽ എ പാർട്ടിൻ്റെ ആൻസർ ഡിസീസ് കോസ്ഡ് ബൈ ബാഡ് ഹാബിറ്റ്സ് ഓഫ് മോഡേൺ ലൈഫ് സ്റ്റൈൽ. അതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ബി ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ നമുക്ക് കുറയ്ക്കാം ഇത്. ടേക്ക് എക്സസൈസസ്, അവോയ്ഡ് ജങ്ക് ഫുഡൊക്കെ കഴിക്കാതിരിക്കുക. എക്സസൈസ് എടുത്തു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറ്റാം. 20th ക്വസ്റ്റ്യനിലെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എക്സ് പാർട്ടിൽ കാണിച്ചിരുന്ന എന്തൊക്കെയാണ്? മീഥേൻ, അമോണിയ, വാട്ടർ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ. ബി പാർട്ടിൻ്റെ ആൻസർ അമിനോ ആസിഡ്സ് ആണ്. സി കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. 21st ക്വസ്റ്റ്യൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രോലാക്റ്റിൻ ആണ്. പ്രൊഡക്ഷൻ ഓഫ് മിൽക്കാണ്. അഡ്രിനൽ ഗ്ലാൻഡ് കോർട്ടിസോൾ സ്ലോസ് ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ്. ഓവറി പ്രൊജസ്ട്രോൺ ആണ്. കൺട്രോൾസ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോൺ ആണ്. കൺട്രോൾസ് ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺസ്. 22nd ക്വസ്റ്റ്യനിൽ പാർട്സ് അടയാളപ്പെടുത്താനാണ്. എയുടെ ആൻസർ കോർണയാണ് അടയാളപ്പെടുത്തേണ്ടത്. ബിയിൽ സീലിയറി മെസിൽസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. സിയിൽ പ്യൂപ്പിളാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി EEG എന്ന് പറഞ്ഞാൽ ആക്സസ് ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ ആണ്. 23rd എ ക്വസ്റ്റ്യൻ EEG എന്താണെന്നുള്ളതാണ്. ECG ഡിറ്റക്ട് കാർഡിയാക് പ്രോബ്ലംസ്, ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് കണ്ടുപിടിക്കാനാണ് ECG. ബി ക്വസ്റ്റ്യൻ എന്താണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസ് എന്നാണ്. ആൻറ്റിബയോട്ടിക്സ് ആർ മെഡിസിൻസ് ദാറ്റ് ട്രീറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ബൈ കില്ലിംഗ് ബാക്ടീരിയ ഓർ സ്റ്റോപ്പിംഗ് ദർ ഗ്രോത്ത്. ബാക്ടീരിയ കൊല്ലുകയോ അവയുടെ ഗ്രോത്തിനെ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ആൻറ്റിബയോട്ടിക്സ്. അതിൻ്റെ ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്ട്സ് മൂലം ഉണ്ടാകുന്ന ദോഷങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. റെഗുലർ യൂസ് കോസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തജൻസ് അഗെയിൻസ്റ്റ് ആൻറ്റിബയോട്ടിക്സ്, ഡിസ്ട്രോയ്സ് യൂസ്ഫുൾ ബാക്ടീരിയ, റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻസ്.